നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പിയാണ് കേട്ടോ. ഞാൻ ഏകദേശം നമ്മളെ സേവൻ്റെ അടുത്ത് ഒരു അടിപൊളി പട്ടാമ്പിക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ഒരു ഓക്സിജൻ പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു പാർക്കാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇഷ്ടംപോലെ മരങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇനി കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ലെവൽ എന്തായാലും കാര്യമായിട്ട് നല്ല ലെവലിൽ കിട്ടും. ഇത് നമ്മൾ സെൻട്രൽ ഓർച്ചാർഡിന് ഒരു 5 കോടിയുടെ വികസന പദ്ധതി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആശയം വന്നിട്ടുള്ളത്. ഈ ഒരു കൃഷി ഫാം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ സ്ഥലം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കർഷകർക്ക് അവരെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അവരുള്ളവർക്ക് ഇവിടെ സ്റ്റാളിൽ കൊടുന്ന് വിൽക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നിന്നും പല ഫലവൃക്ഷങ്ങൾ വന്ന് പല ഫലവൃക്ഷങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിക്കാൻ പോകുന്നുണ്ട്. സോ ഒരു കാടിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു കാട് പോലെ അല്ലെങ്കിൽ കണ്ടമാനം മരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സാധാരണ ഫാമിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, പിന്നെ കഫേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, പിന്നെ തിയേറ്റർ, അങ്ങനത്തെ ഓപ്പൺ തിയേറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു വിശാലമായ സൗകര്യം ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം അത്രയും വലിയ ഒരു സ്പേസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും അതിൻ്റെ കാഴ്ചയിലേക്കൊന്ന് പോവാം. ഇത് കണ്ടില്ലേ, ഈ ഇങ്ങനെ കുറേ ഒരു 4-5 ഷട്ടേഴ്സ് ഇങ്ങനെ അല്ലേ കെട്ടിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ആവും ഓരോന്ന് സാധനങ്ങൾ വിൽക്കുന്നതും അതേപോലെ കഫേ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്ന അറിയില്ല. നമുക്ക് നാളെ ഉദ്ഘാടനമായിട്ട് അറിയുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ഒരു ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ സ്റ്റോൾസ് ഒരു 4-5 ഈ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഇന്ന് മാർച്ച് 12-ാം തീയതിയാണ്. നാളെ 13-ാം തീയതിയാണ് ഉദ്ഘാടനം. അപ്പോൾ അതിന് ബന്ധപ്പെട്ടുള്ള വർക്കും ഞങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മളെന്തായാലും ഇതൊന്ന് വന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇനിയും ഇതിൻ്റെ സാധനങ്ങളും ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഇതിൻ്റെ ഫുൾ ഫ്ലഡ്ജായിട്ട് ഇത് വർക്കിംഗ് ആവുള്ളൂ. പിന്നെ അപ്പോൾ അതിൻ്റെ ഭംഗി ഒന്നും കൂടുള്ളൂ. സോ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ കാണിക്കാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടുനോക്കാം. പിന്നെ നമ്മൾ നടക്കുന്ന ഈ വേല് ഒക്കെ കുറേ ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ എല്ലാം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു തിയേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ തിയേറ്റർ വരുന്നുണ്ട്. നമുക്ക് വേണമെച്ചാൽ ഈ കൃഷിയോട് ബന്ധപ്പെട്ടുള്ള പഠന ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അങ്ങനത്തെ സ്കൂളിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് പിള്ളേരൊക്കെ ഇരുന്ന് കൃഷി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ എടുക്കാനുള്ള ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കണ്ടില്ലേ, ഇങ്ങനത്തെ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ഏറുമാടങ്ങൾ വരുന്നുണ്ട്. ഇത് ഏകദേശം സത്യം പറഞ്ഞ ഈ സ്ഥലം ഏകദേശം 9 ഏക്കറുണ്ടെന്നാണ് അറിഞ്ഞത്. അത് ഏകദേശം 5 ഏക്കറിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അത് എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി നമുക്കിത് കൃഷി അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് മെയിൻലി കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് പണ്ടത്തെ അത്ര നമുക്കിപ്പോൾ കൃഷിയെ പറ്റിയിട്ടുള്ള അത്ര നോളജ് കുറവായിരിക്കും. പക്ഷെ അത് കുറച്ചും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അതിന് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കാനും എല്ലാം ഇതൊരു ഹെൽപ്ഫുൾ ആവും. അതേപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഏകദേശം പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് കാലം പിടിക്കും. നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത്. സോ എന്തായാലും എല്ലാവരും വന്നിട്ട് ഒന്ന് കണ്ടു നോക്കിയപ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്, ഓപ്പൺ തിയേറ്റർ ഇതായി കാണുന്ന ഒരു തട്ടാണ് ഇത് വരുന്നത്. കാരണം ഇവിടെ നമുക്ക് പ്രോഗ്രാംസോ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഓപ്പൺ സ്റ്റേജാണ്. അവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുവ് കൂടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേറെ ഫാനും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഒന്നാമത് ഓപ്പണാണ്, പിന്നെ പ്രത്യേകിച്ച് വെയിലിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നില്ല. ഫുള്ളും മരം കവർ ചെയ്തുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇവിടെ മെയിൻ ഫോക്കസ് ചെയ്യുന്ന തന്നെ ഓക്സിജൻ പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ മെയിൻലി ഇഷ്ടംപോലെ ട്രീസും ഒക്കെ ഉള്ളത് കാരണം തന്നെ വെയിലിൻ്റെ ഇൻറ്റൻസിറ്റിയും കുറവായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഓക്സിജനും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഓക്സിജനും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. സോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എല്ലാവർക്കും ഇവിടെ. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കണ്ടില്ല ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഇപ്പോൾ കളിക്കാനുള്ള പാർക്കിങ്ങുകളൊക്കെ ചെറിയ ചെറിയ സീസവും സ്ലൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ തീർച്ചയായും വിസിറ്റ് ചെയ്യുക. ഇനിയും ഇവിടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു അടിപൊളി സംഭവമായി മാറുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. സോ വീണ്ടും നമുക്ക് ഇതേപോലത്തെ വ്യത്യസ്തമായ കണ്ടൻറ്റുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.